മേഖലയിലെ യുദ്ധ സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിക്കൊണ്ട് ജോർദാനിൽ ശക്തമായ സ്ഫോടന പരമ്പരകൾ അരങ്ങേറിയതായി റിപ്പോർട്ടുകൾ. തലസ്ഥാനമായ അമാൻ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന നഗരങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് കേട്ട ഭീമാകരമായ ശബ്ദങ്ങളും സ്ഫോടനങ്ങളും മേഖലയിലാകെ വലിയ ഭീതി പടർത്തിയിരിക്കുകയാണ്. മേഖലയിലെ പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ജോർദാനിൽ പ്രവർത്തിക്കുന്ന തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടാണ് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പ്രമുഖ അമേരിക്കൻ സൈനിക സാന്നിധ്യമുള്ള മുവഫക് അൽ സൽത്തി, അൽ അസ്രഖ് എന്നീ വ്യോമസേനാ താവളങ്ങൾക്ക് നേരെയാണ് പ്രധാനമായും ആക്രമണമുണ്ടായത്. ആക്രമണത്തെ തുടർന്ന് ജോർദാൻ തലസ്ഥാനമായ അമ്മാനിൽ അപായ സൈറണുകൾ മുഴങ്ങിയതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നഗരത്തിലുടനീളം പുറപ്പെടുവിച്ചിരിക്കുന്നത്. രാത്രിയിലെ ആകാശത്ത് വെളിച്ചവും വൻ സ്ഫോടന ശബ്ദങ്ങളും ഉയർന്നത് പ്രാദേശികവാസികളെ കടുത്ത പരിഭ്രാന്തിയിലാഴ്ത്തി. അമേരിക്കൻ സൈനികരും സാങ്കേതിക വിദഗ്ധരും തങ്ങുന്ന സൈനിക താവളങ്ങളിലെ താമസ സ്ഥലങ്ങളും മറ്റു പ്രധാന സൗകര്യങ്ങളും ഇറാന്റെ ആത്മഘാതി ഡ്രോണുകൾ വിജയകരമായി തകർത്തതായി പ്രസ് ടിവി അവകാശപ്പെട്ടു. യുഎസ് സേനയുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആസൂത്രിത നീക്കമായിരുന്നു ഇത്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വിവിധ വീഡിയോ ദൃശ്യങ്ങളിൽ ജോർദാൻ ആകാശത്തിലൂടെ മിസൈലുകളും ഡ്രോണുകളും കുതിച്ചുയരുന്നതും ആകാശത്ത് വെച്ച് സ്ഫോടനങ്ങൾ നടക്കുന്നതും കാണാം. മിഡിൽ ഈസ്റ്റിലെ സഖ്യസേനയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇവയെ ചെറുക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ പ്രചരിക്കുന്ന ഇത്തരം വീഡിയോ ദൃശ്യങ്ങളുടെ ആധികാരികത അന്താരാഷ്ട്ര ഏജൻസികൾ സ്വതന്ത്രമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. സൈനിക രഹസ്യങ്ങൾ അടങ്ങിയ വിഷയമായതിനാൽ വിവരങ്ങളുടെ വിവരശേഖരണം കടുത്ത നിയന്ത്രണങ്ങളോടെയാണ് നടക്കുന്നത്. ജോർദാനിയൻ അധികൃതരും ഈ ആക്രമണങ്ങളെ കുറിച്ചുള്ള ഔദ്യോഗിക വിശദീകരണങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. തങ്ങളുടെ വ്യോമാതിർത്തിയിലുണ്ടായ സംഭവ വികാസങ്ങളെ കുറിച്ച് മൗനം പാലിക്കുന്ന നയമാണ് ഭരണകൂടം നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. എങ്കിലും ജോർദാന്റെ മണ്ണിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടന്നു എന്നത് ശരിയാണെങ്കിൽ അത് പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഭൂപടത്തെ പൂർണ്ണമായി മാറ്റിയെഴുതുന്ന ഒന്നായിരിക്കും. ഇറാനും അമേരിക്കയ്ക്കും പുറമെ ജോർദാനും നേരിട്ട ഈ പ്രാദേശിക യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന അവസ്ഥയാണത്. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ പ്രധാന സഖ്യരാഷ്ട്രങ്ങളിൽ ഒന്നാണ് ജോർദാൻ. മേഖലയിൽ അമേരിക്കൻ സൈന്യത്തിന് സുരക്ഷിതമായി പ്രവർത്തിക്കാൻ ആവശ്യമായ താവളങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും വർഷങ്ങളായി ജോർദാൻ നൽകി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോർദാനിലെ താവളങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ സൈനിക തന്ത്രങ്ങൾക്ക് കനത്ത പ്രഹരമാണ് സൃഷ്ടിക്കുന്നത്. തങ്ങളുടെ സഖ്യരാജ്യങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പാശ്ചാത്യ ശക്തികൾ വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. മേഖലയിലെ മറ്റയൽ രാജ്യങ്ങളിലെ യുഎസ് താവളങ്ങൾക്ക് നേരെയും ഇറാൻ പോരാളികൾ തുടർച്ചയായി ആക്രമണം നടത്തുന്നുണ്ട്. കുവൈറ്റ്, ബഹ്റൈൻ, ഇറാഖ് എന്നിവിടങ്ങളിലെ തിരിച്ചടികൾക്ക് പിന്നാലെ ജോർദാനിലും ആക്രമണം ഉണ്ടായത് അമേരിക്കയെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. ഇറാന്റെ തദ്ദേശീയ നിർമ്മിത ആത്മഘാതി ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളുമാണ് ഇത്തരം ദീർഘദൂര ആക്രമണങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണുവെട്ടിച്ച കൃത്യമായ ലക്ഷ്യത്തിൽ പതിക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നുണ്ടെന്ന ഈ സംഭവങ്ങൾ തെളിയിക്കുന്നു. ജോർദാനിലെ അൽ അസ്രഖ് ബേസിൽ അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങളും നിരീക്ഷണ സംവിധാനങ്ങളും വിന്യസിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾ അമേരിക്കയുടെ വ്യോമ നിരീക്ഷണ ശൃംഖലയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധാന്തരീക്ഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെയും എണ്ണ വിപണിയെയും ഒരുപോലെ ബാധിക്കും. ഗൾഫ് മേഖലയിലെ വ്യോമപാതകൾ അടയ്ക്കുന്നതിലേക്കും വാണിജ്യ ഗതാഗതം തടസ്സപ്പെടുന്നതിലേക്കും ഇത് നയിച്ചേക്കാം. അമേരിക്കയിൽ നിന്നും ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് വൻ തിരിച്ചടിയുണ്ടായാൽ അത് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് വഴിമാറും. മേഖലയിൽ സമാധാനം കൊണ്ടുവരാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ പൂർണ്ണമായും പരാജയപ്പെടുന്ന കാഴ്ചയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ജോർദാനിലെ സ്ഫോടനങ്ങൾ പശ്ചിമേഷ്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രക്ഷുബ്ധമായ ഒരു ഘട്ടത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വരും ദിവസങ്ങളിൽ അമേരിക്കയും ഇറാൻമാരും സ്വീകരിക്കുന്ന സൈനിക നയങ്ങൾ പശ്ചിമേഷ്യയുടെ ഭാവി സുരക്ഷയെ നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കും.